പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമം സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്ന സ്വന്തം പ്രാർത്ഥിക്കുന്നു. ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്രത്തെ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും മാറി കർത്താവ് പിന്നെയും രോഗങ്ങൾ, അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. എന്തിനാണെന്ന് അറിയാൻ പാടില്ല, അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. വിൽക്കാനുള്ള വസ്തുക്കൾ, വാങ്ങാനുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ വെക്കാനുള്ള പുരകൾ, പുര വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുക. ആമേൻ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. ആരാധനയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റാണ് അറിവ്. യോഹന്നാൻ 4:22 നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അറിയുന്നതിനെ ആരാധിക്കും. പക്ഷെ അറിയുന്നതിനെ ആരാധിക്കുമ്പോൾ എന്താണ് റിസൾട്ട്? എന്താണ്? രക്ഷ യഹൂദരിൽ നിന്നാണല്ലോ. അറിയുന്നതിനെ ആരാധിക്കുന്നതിൽ നിന്നാണ് ക്രിസ്തുവിനെ കിട്ടുന്നത്. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്ക 2:30 എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ ലക്ഷ്യം എന്ന് പറയണത് ആരിൽ നിന്നാണ് വരണത്? ക്രിസ്തു ആരിൽ നിന്നാണ് വരണത്? ആർക്കാണ് ക്രിസ്തുവിന് അനുഭവവേദ്യമാകണത്? അറിഞ്ഞ് ആരാധിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ ജപമാലയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ശവപ്രാണത്തിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ജപം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന്. അപ്പോൾ നിങ്ങൾ അധികം വാരിക്കെട്ടി പ്രാർത്ഥിച്ചില്ലാലും ചെയ്യണ കാര്യങ്ങൾ ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോട് ചെയ്ത കാര്യം, ഈ വിമാനത്തിൽ ലൈറ്റില്ലായിരുന്നു, ലൈറ്റ് ഉണ്ടായിരുന്നത് കുറവായിരുന്നു ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഞാൻ എൻ്റെ കാന നമസ്കാരം എടുത്ത് മടി വെച്ചിട്ട് ലെൻസ് കൊണ്ടുപോയി. ഞാനിവിടുന്ന് ലെൻസ് കൊണ്ടുപോയപ്പോൾ ഇവിടെ ബാഗിൽ ലെൻസ് ഇംഗ്ലണ്ടിൽ ധ്യാനം ഉണ്ടായിരുന്നു, അതങ്ങനെ പോയതാണ് UK. അപ്പോൾ ഇവിടുന്ന് ലെൻസ് കൊണ്ടുപോയപ്പോൾ ഇവരെല്ലാം പറഞ്ഞ് എന്തിനാണ് വെച്ചാൽ ലെൻസ്?
പക്ഷേ എനിക്കറിയാതെ എന്താ ലെൻസ് എന്ന് എന്തെങ്കിലും വായിക്കേണ്ടി വരികയാണെങ്കിൽ എടുക്കാമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ വായിക്കേണ്ടി വന്നു. ഞാൻ കാരണ നമസ്കാരം തിരിച്ചു വെച്ചപ്പോൾ തുടർന്ന് വെച്ചപ്പോൾ ലൈറ്റ് കുറവാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ലെൻസ് വെച്ചാണത് വായിച്ചത് വിമാനത്തിൽ വെച്ച്. അപ്പോൾ എന്താണ് ഇത്, ഈ ജപം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യാൻ. അപ്പോൾ പ്രാർത്ഥനയിലുള്ള വിഷയം അത് 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 അത്രയും സൂക്ഷ്മത നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും നിങ്ങൾ കൊടുക്കണം. കാരണം ദൈവതിരുസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് പണി മേടിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് കൂടുതൽ. കാര്യം ഇവർ ദൈവതിരുസന്നിധിയിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇവർ പട്ടിയുടെ കാര്യം, പൂച്ചയുടെ കാര്യവും, അത്താഴത്തിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന് ആപ്പാടെ പ്രാർത്ഥിച്ച് പണി മേടിക്കും. അപ്പം നിങ്ങൾ ഓർക്കും പ്രാർത്ഥിക്കാതിരിക്കുന്നതല്ല, പ്രാർത്ഥിച്ച് പണി മേടിക്കണേക്കാൾ നല്ലതെന്ന്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയണില്ല. അത് കോമൺ സെൻസ് ഉള്ളവർ അങ്ങനെ ചോദിക്കത്തില്ല. അത്രയും ഡേറ്റി ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ചോദിക്കത്തുള്ളൂ. കാര്യം പ്രാർത്ഥന ദൈവം നൽകുന്നൊരു വരവല്ലേ. അല്ല നമ്മളെന്തോ വലിയ കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യണ പോലെയാണ് ചില ആൾക്കാർ ചിന്തിക്കുന്നത്. നിങ്ങൾ ഗുണം പിടിക്കാത്തതിൻ്റെ പല കാര്യങ്ങളും പ്രാർത്ഥന എന്തോ ദൈവത്തിന് വേണ്ടി നമ്മളെന്തോ ഔദാര്യം ചെയ്യണ പോലെ. അങ്ങനെയല്ല. എൻ്റെ കർത്താവിൻ്റെ ആത്മാവില്ലാതെ ആബാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ആത്മാവ് മൂലമാണ് നമ്മളത് വിളിക്കണത്. റോമ 8:15 നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അപ്പം ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നതിനെ അത് ഒരു ദൈവസ്നേഹമുണ്ട്. വിളിക്കുന്നതിന് ആവശ്യമായൊരു ദൈവസ്നേഹമുണ്ട്, ഒരു പ്രത്യാശയുണ്ട്, ഒരു സമർപ്പണമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ഇതെല്ലാം കൂടി കൂടുമ്പോൾ ദൈവത്തെ വിളിക്കാൻ പറ്റിയ പേരാണ് പിതാവ്. മനസ്സിലായ? ഒരു ദൈവ പൈതലിന് വിശ്വാസം കൂടുമ്പോൾ, പ്രത്യാശ കൂടുമ്പോൾ, സ്നേഹം കൂടുമ്പോൾ, ഇനി സമർപ്പണം കൂടുമ്പോൾ. കാര്യം വിശ്വാസം കൂടുമ്പോഴും ആൾക്കാർ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കും. പ്രത്യാശ കൂടുമ്പോഴും ഇന്നലെ നാളെ കിട്ടുമെന്നുള്ളത് പ്രതീക്ഷിക്കും. സ്നേഹം കൂടുമ്പോൾ നമ്മുടെ മെരിറ്റിൻ്റെ അപ്പുറത്തുള്ള കാര്യം ദൈവം തരുമെന്ന് പ്രതീക്ഷിക്കും. പക്ഷേ അതെല്ലാം വെള്ളിയാണെങ്കിൽ തങ്കമെന്ന് വിളിക്കുന്നത് എന്താണെന്നറിയാമോ? സമർപ്പണമാണ്. കർത്താവിൻ്റെ അവസാനത്തെ പ്രാർത്ഥന എന്താണ്? സമർപ്പണം. അതിനാണ് ഞാൻ ആദ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞാൻ ആമേൻ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പക്ഷേ എൻ്റെ ദൈവത്തെ ഞാൻ അത്രയും കൊതിക്കുന്നു, സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മനസ്സിനെ സ്വയമായിട്ട് കീഴ്വഴങ്ങുന്നു. ആമേൻ. 2 കൊരിന്ത്യർ 1:20 വായിച്ച്. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും, ദൈവത്തിൻ്റെ 8855 വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതായത് പ്രശ്നത്തെ ക്രിസ്തുവാണ് ആമേൻ പറയുന്നത്. ക്രിസ്തുവിൻ്റെ രാജ്യം ഈ മേഖലയിൽ ദൈവഹിതം നിറവേറട്ടെ, ദൈവരാജ്യം പുലരട്ടെ, ക്രിസ്തു എന്ത് മനസ്സ് വിചാരിക്കുന്നുവോ അതിവിടെ നിറവേറട്ടെ എന്ന് പറയുന്നതിനാണ് ആമേൻ പറയുന്നത്. ബൈബിൾ അവസാനിക്കണമെങ്കിൽ അറിയാമല്ല, മാറാനാഥ ആമേൻ. ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു, അതെ ഞാൻ വേഗം വരുന്നു, ആമേൻ, കർത്താവേ യേശുവേ വരണമേ. ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നവൻ്റെ ഒരു ഫീലിംഗ് ലെവലുണ്ട്. അവൻ കർത്താവിനെ പ്രസൻ്റായിട്ട് അനുഭവിച്ചുകൊണ്ടാണ് അവൻ പറയണത് ആമേൻ പറയണത്. ബൈബിൾ എപ്പോഴും വായിക്കുമ്പോൾ അതിൻ്റെ ഫീലിംഗ് ലെവലൊന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി നോക്കണം. അതിനാണ് ഈ ബൈബിൾ പഠിക്കണത്. ചില ബൈബിൾ മലയാളത്തിൽ എഴുതിയ വായിച്ചാൽ മനസ്സിലാവില്ല, അങ്ങനെ വായിച്ചാലല്ല. അതിൻ്റെ ഫീലിംഗ് ലെവലാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ കർത്താവേ വരണമേ എന്ന് പറയുമ്പോൾ അയാളിത് അവസാനിപ്പിക്കുകയും വെളിപ്പാട് യോഹന്നാനിലൂടെ ഒഫീഷ്യലായിട്ട് അവസാനിക്കുകയും ഇപ്പം എല്ലാവർക്കും വേണ്ടി, രക്ഷിക്കപ്പെട്ട എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഈ അപ്പോസ്തലൻ പ്രാർത്ഥിക്കലാണ്, മാറാനാഥ, ഞങ്ങൾ കൊതിയോടെ കാത്തിരിക്കുന്ന കർത്താവേ വരണമേ, ആമേൻ.
വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അതാണ് ഇയാളെ വിടാത്തതിൻ്റെ കാര്യമേ. ഈ നെതിന്യാഹു ഈ യുദ്ധം നടക്കണില്ലേ, നെതിന്യാഹു ചൊട്ടക്ക് വിടാത്തതിൻ്റെ കാര്യം അയാൾക്ക് ആ ഇസ്രായേൽ ഗോത്രത്തിന് ലഭിച്ചിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്. അയാൾ സിറിയയിൽ പോയി നിൽക്കണ എന്താ ഇപ്പം പോയി സിറിയയിൽ നിൽക്കണില്ലേ? സിറിയയിൽ ഇസ്രായേൽ പള്ളാൻ കയറിയിട്ട് അത് ഇതുപോലെ ഇസ്രായേൽ ഗോത്രത്തിൻ്റെ ഒരു ഓഹരിയായിരുന്നു പണ്ടത്തെ. അവർ പിന്നെ അവരെ തല്ലി ഓടിച്ചു, റോമക്കാർ തല്ലി ഓടിച്ചപ്പോൾ ഇവർ കയറി അറബികൾ അവിടെ കയറി ഇൻവൈറ്റ് ചെയ്തിട്ട് പിന്നീട് യുവനോടെ കാലത്ത് 1948 ഇവർക്ക് ചെറിയൊരു പോർഷൻ അവർ വില കൊടുത്ത് വാങ്ങിച്ചതാണ് അവിടെ. പക്ഷെ അവിടെ മനസ്സിലിരിക്കുന്നത് ദാവീദിൻ്റെ കാലത്തുണ്ടായിരുന്ന അവരുടെ പോർഷനാണ് അവിടെ മനസ്സിൽ. അതാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയണത്. ഇന്നത്തെ കാലത്ത് ഇത് മാത്രം വില പോകുമെന്ന് നമുക്കറിയത്തില്ല. രക്തരൂക്ഷിതമായ ഒരു സബ്ജക്റ്റാണത്. പക്ഷേ എനിവേ ഇങ്ങനൊരു ചരിത്രം ഉണ്ട് അതിന്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ദൈവം ഇങ്ങനെ ഓരോരുത്തർക്കും ഈ ജോഷുവയിലൂടെ എല്ലാം ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ലേവ്യരോട് പറഞ്ഞ്, അഹറോൻ എന്ന് പറയുന്ന പുരോഹിതൻ അയാളാണല്ല, അതൊരു ഗണമാണ്, അതൊരു വംശമാണ്. അത് പറഞ്ഞു, നിനക്ക് ഇസ്രായേലിൽ ഓഹരിയില്ലെന്ന് പറഞ്ഞു. ഇസ്രായേൽ നിനക്ക് ഓഹരിയില്ല. അപ്പം അഹറോന് ഒരു സങ്കടവുമില്ല. എന്താ പറയണത്? ഞാനാണ് നിൻ്റെ ഓഹരിയെന്ന്. ഹല്ലേലൂയ. സംഖ്യ 18:20 കർത്താവ് അഹ്റോനോട് അരുൾ ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. ഭൂമി മെറിറ്റ് ഇല്ലെന്നായി പറയണത്. മെറിറ്റ് ഇല്ല, അവകാശമായി ഇല്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. അതുകൊണ്ട് ഈ ലേവ്യർക്ക് പുരോഹിതന്മാർക്ക് പ്രത്യേകിച്ച് സ്ഥലമില്ല. എന്താണ്? കർത്താവ് തന്നെയാണ് അവരുടെ ഓഹരി. അതുകൊണ്ട് കർത്താവിന് കൊടുക്കുന്നതെല്ലാം അവരുടേതാകും. അതുകൊണ്ടാണ് ഉപ്പ്, നെഞ്ചിൽ ഉപ്പ് തളിക്കും, തൊടയിൽ ഉപ്പ് തളിച്ചും അത് അവർക്ക് അവർ ബലിയർപ്പിച്ചതിന് ശേഷം ആ ഭാഗം അവർക്ക് കൊടുക്കും. എന്താ കാര്യം? അത് കർത്താവിൻ്റെതാണ്. ഉപ്പ് തളിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് കർത്താവിൻ്റെതാണെന്നാണ്. അതാണ് മിനി കൊണ്ട്. അത് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഉപ്പ് ഇങ്ങനെ കിലോ കണക്കിന് മഴിച്ചിട്ട് പോകുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ സെൻസ്. ഇങ്ങനെ വാരിക്കോരിക്കൊണ്ട് പോകണതല്ല ഉപ്പ്. അത് ഒരു ഡെപ്പി ഇരുന്നാൽ മതി. പക്ഷെ ചെയ്യണവന് എൻ്റെ ചെയ്യണ രീതി അറിയണം. അതിൻ്റെ പിന്നിലുള്ള ബൈബിൾ സത്യങ്ങൾ അറിയണം. അതൊരു ആപ്ലിക്കേഷൻസാണ്. എന്താണ്? എനിക്ക് ഓഹരിയില്ല, എനിക്ക് അവകാശമില്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ അവകാശം ഞാൻ
അടിയറവ് വെച്ചിരിക്കുന്നു. കർത്താവാണ് എൻ്റെ അവകാശം, അതുകൊണ്ടാണ് ഞാൻ ആ സ്ഥലത്ത് കൊണ്ട് ഒപ്പ്. അപ്പോൾ വിപിനെ സംബന്ധിച്ചിടത്തോളം വിപിൻ ഡോക്ടർ എന്ത് ചെയ്യും? തീർന്നു പോകുക, ജീവിതം തീരുകയാണ്. അതുകൊണ്ട് ചെയ്യും എൻ്റെ പ്രൊഫഷൻസി, എൻ്റെ പ്രൊഫഷർഷിപ്പ് അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നുമില്ല, അത് ഞാൻ അടിയറ വെക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? ഉപ്പ് കൊണ്ടുപോയി അവിടെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അവിടെ കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചെയ്തോളും. എന്താണ്? കർത്താവാണ് എൻ്റെ അവകാശം. അകത്ത് കയറുമ്പോൾ ബോർഡ് ഓഫ് എക്സാമിനേഴ്സ് ഇരിക്കുകയാണ്. അപ്പോൾ അവർ 5 ചോദ്യങ്ങൾ ഉണ്ട്. അതിൽ ഒരാളുടെ ചോദ്യം ചോദിക്കും, അത് അറ്റൻഡ് ചെയ്യും. അങ്ങനെ 4 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യും. പക്ഷെ ഒരു പ്രശ്നം, വിപിൻ കയറുമ്പോൾ തന്നെ അവരവരുടെ പൊസിഷൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ചോദ്യങ്ങളാണ് ഉള്ളത്. 5 ചോദ്യവും ഓരോ ചോദ്യമാണ്. അത് ഏതെങ്കിലും ഒരു ചോദ്യം തോറ്റു കഴിഞ്ഞാൽ 5ഉം തോറ്റതുപോലെ കണക്കാക്കും. അതാണ് പ്രശ്നം. കാര്യം ഇത് ICUയിൽ കിടക്കുന്ന ജീവനുമായിട്ടുള്ള അവസാന പോരാട്ടമല്ലേ. അതിന് കൃത്യമായിട്ട് ടെക്നിക്കലായിട്ടുള്ള നോളജ് അറിയണം, രാജ്യത്തിൻ്റെ നിയമങ്ങൾ അറിയണം. ഫ്ലോപ്പായി കഴിഞ്ഞാൽ പിന്നെ കേസാവും, പിന്നെ ഇയാൾക്ക് അവിടെ പോരാൻ ഇയാൾ അകത്തായി പോകും. അതാണ് വിഷയം, നിസ്സാരമല്ല. വിദേശത്തൊക്കെ ഉള്ള ഡോക്ടർമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിസ്സാരമല്ല ശരിക്കും. അതുകൊണ്ടാണ് അവർ ആൾക്കാരെ കാണാൻ കൂട്ടാക്കാത്ത പല കാര്യങ്ങളും. എല്ലാം എഴുതി മേടിച്ചിട്ടൊക്കെ ചെയ്യത്തുള്ളൂ, അതിന് ജീവിതം പോകും. പല കേസ് കൊടുക്കാൻ വേണ്ടി വക്കീലുമാരുടെ ഒരു പട തന്നെ നടക്കും ഡോക്ടർമാർക്കെതിരെ. പൈസ കിട്ടുന്ന ചിലപ്പോൾ ഇൻഷുറൻസ് ഉള്ള കാരണം ഇൻഷുറൻസിലാണല്ല ഇതെല്ലാം പോണത് അവിടെ. അത് കാരണം ഇതിങ്ങനെയുള്ള എല്ലാം ഒരു പണികളൊക്കെ നടക്കും അവിടെ. അപ്പം അതുകൊണ്ട് ഇവരകത്ത് കയറി കഴിഞ്ഞപ്പോൾ ആദ്യമേ പറഞ്ഞു 5 ചോദ്യമുണ്ട്. ഓരോ ചോദ്യവും ഒറ്റ ചോദ്യമാണ്. ആ ചോദ്യം അങ്ങനെ ചോദിച്ച് 4ഉം പറഞ്ഞാലും 5ാമത്തെ പറഞ്ഞില്ലേ ഔട്ടാവുമെന്ന് പറഞ്ഞു. എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ 4 ഇവൻ ചെയ്യും. 5ാമത്തെ ചോദ്യം വരുമ്പോൾ അവിടെ 5ാമത്തെ ചോദ്യം, ഇപ്പോൾ ഒരു ഡെത്ത് ലൈനിൽ കിടക്കുന്ന കുട്ടിയാണ്. ഡോക്ടറുടെ തീരുമാനമാണ് അതിനെ റിലീവ് ചെയ്യുകയോ അതിനെ കൊല്ലുകയോ ചെയ്യേണ്ടത്. അങ്ങനെ സിറ്റുവേഷൻസ് വന്നാൽ ഈ രാജ്യത്തിൻ്റെ നിയമം എന്താണെന്ന് ചോദിച്ചു. ഇയാളിതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്, പക്ഷെ ആ രാജ്യത്തെ നിയമം ഇയാൾക്ക് അറിയത്തില്ല. ഒരു കൊച്ചിന് ICU നമ്മൾ വെന്റിലേറ്റർ മാറ്റണില്ലേ, ആ ഡെത്ത് ടൈമിൽ കിടക്കുമ്പോൾ വെന്റിലേറ്റർ മാറ്റണമെങ്കിൽ ആ രാജ്യത്തിനൊരു നിയമമുണ്ട് മലേഷ്യക്ക്. അതെന്താണെന്ന് ചോദിച്ച് ആ രാജ്യം ഇതെല്ലാം പഠിച്ച് ടെക്നിക്കലായിട്ട് എല്ലാം അറിയാം, പക്ഷേ ആ ലോക്കൽ കൺട്രിയുടെ നിയമങ്ങൾ അറിയത്തില്ല. അപ്പോൾ പോയി സങ്കടം തീർന്നു, ജീവിതം തീർന്നു. പഠിച്ചതെല്ലാം പോയി. 4 പറഞ്ഞാണ്, 5ാമത്തെ പറയാൻ അറിയത്തില്ല. അവിടുത്തെ ലോക്കൽ നിയമം എന്താണെന്ന് അറിയത്തില്ല. അതിങ്ങനെ മാസം മാറിക്കൊണ്ടിരിക്കുന്ന നിയമമല്ലേ, അറിയാൻ പാടില്ല. തീർന്ന് അവരെ കണ്ണിങ്ങനെ നിറയും. തീർന്നില്ല, ഇറങ്ങിപ്പോരണ്ടേ. ഇറങ്ങിപ്പോരാൻ നേരത്ത് ഒരു ഡോക്ടർ ചോദിക്കും, നീ യുവർ സീംസ് ബി സോ പെർപ്ലസ്ഡ്, നീ വല്ലാതെ ഇരിക്കണില്ല എന്ന് ചോദിക്കും. അപ്പോൾ ഈ കാര്യം ഔട്ടായല്ല. ഔട്ടായി കഴിഞ്ഞപ്പോൾ പറയും, എന്നിട്ട് ഈ ഒരു ഡോക്ടർ പറയും, നിനക്ക് ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ഇപ്പം ഇല്ലെന്നേ ഉള്ളൂ, ഭാവിയിൽ നീ പഠിക്കുമായിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ എടുത്തിരിക്കണം എന്ന് പറയും. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതിൽ ആപ്ലിക്കേഷൻസാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി ഒരു പ്രോജക്റ്റ് പ്രെയറാണ്. അത് കൈകാര്യം ചെയ്യുമ്പോൾ ഇതുപോലെ ക്ലാസ്സുകൾ എപ്പോഴും അപ്ഡേഷൻസ് വാങ്ങിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം ചില അപ്ഡേഷൻസ് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പഴയ ധ്യാനങ്ങൾ കൂടണം. ഇവർ പലരും ധ്യാനം കൂടുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അതുകൊണ്ട് ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നിന്ദയും അപമാനവുമാണ്. നിങ്ങളെ സഹായിക്കേണ്ട സമയത്ത് ദൈവം സഹായിക്കത്തില്ല. എന്താ കാര്യം? ദൈവത്തോട് ചെയ്തിട്ടാണ് ചൊവ്വാഴ്ചയുള്ള ധ്യാനം കൂടിയേക്കുള്ളതെന്ന്. നിങ്ങളത് കൂടുന്നില്ലെങ്കിൽ എത്രയും വേഗം പഴയ ധ്യാനങ്ങളെല്ലാം എടുത്ത് കൂടിയിട്ട് കുടിശ്ശിക മാറ്റി കർത്താവിൻ്റെ സന്നിധിയിൽ കറക്റ്റായിട്ട് നിൽക്കാൻ നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഗിനസ് ആലുവ 8 ഏക്കർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഡിസംബർ 30 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്.
ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വളരെ ഒരു മനോവിഷമം ഉണ്ടായത് എൻ്റെ ജീവിത പങ്കാളി. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് 8 വർഷത്തോളം ചെന്നൈയിലുണ്ടായിരുന്നു. അവിടെ ആയിരുന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പെന്തക്കോസ്ത സഭയിൽ പോവുകയും മാതാവിൽ നിന്ന് മാതാവിൻ്റെ ജപമാല ചെല്ലാതിരിക്കുകയും പ്രാർത്ഥിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതെനിക്ക് വളരെ വിഷമമായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പുള്ളിക്ക് ഭക്ഷണം ഇറക്കുന്നതിനും ശ്വാസം എടുക്കുന്നതിനും വളരെ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ ആ പുള്ളിക്ക് കുറച്ച് നാളങ്ങനെ ഞാൻ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് കുറേ ആൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശ്വാസം എടുക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി മാതാവിലേക്ക് തിരിച്ചു വരികയും ജപമാലയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അപ്പം ഞാൻ പിന്നീട് ഉടമ്പടിയിൽ വെച്ച വേറൊരു നിയോഗം എനിക്കൊരു ജോലി ലഭിക്കണമെന്നായിരുന്നു. അപ്പോൾ എനിക്ക് പുള്ളിയെ നോക്കുന്നതുകൊണ്ട് ജീവിത പങ്കാളി നോക്കുന്നതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ആണെന്ന് ജോലി ലഭിച്ചത്. അവർ പഠിക്കുകയായിരുന്നു. പഠിത്തത്തോടൊപ്പം 3 പേരാണ് മക്കൾ, ഒരാണും 2 പെൺകുട്ടികളും. അവർക്ക് പഠിത്തത്തോടൊപ്പം അന്ന് ജോലി ലഭിക്കേണ്ടായി. ഇപ്പോൾ അവർക്ക് അതിലും ഭേദപ്പെട്ട നല്ലൊരു ജോലിയിലായിരിക്കുന്നു. ഇതിന് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ക്രൈസ്തവ കുടുംബം വന്ന് താമസിച്ച് അവർ വന്നത് അമൃത ആശുപത്രിയിൽ അവരുടെ മരുമകന് ഹാർട്ട് ചുരുങ്ങുന്ന ഒരു അസുഖമായിരുന്നു. 20% പമ്പിങ്. വളരെ അമൃതയിൽ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു. അവർ വളരെയധികം മനോവിഷമത്തിലായിരുന്നു. ഞാൻ അവരെ ഇവിടെ കൊണ്ടുവരികയും ജോസഫ് അച്ഛൻ ആ മകനെ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ മകൻ്റെ ഹാർട്ടിൻ്റെ പമ്പിങ് 40 45 ഇപ്പോൾ 65% എന്ന് പറയുന്നു. പിന്നെ ആ മകൾ മാതാവിൻ്റെ ഇവിടുത്തെ ഒരു കൈപ്പുസ്തകം വാങ്ങിയിരുന്നു. അത് വെച്ച് എപ്പോഴും രാത്രി 12 മണി വരെ വായിച്ച് പ്രാർത്ഥിച്ച് കിടക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കസേരയിലിരുന്ന് വാങ്ങിപ്പോയി 12 വരെ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആ മകൾ ആ കൈപ്പുസ്തകത്തിൽ പരിശുദ്ധ അമ്മയെ അതേ രൂപത്തിൽ LED ബൾബിനേക്കാൾ പ്രകാശത്തിൽ കാണുകയാണ്. ആ മകൾ ഞെട്ടി എഴുന്നേറ്റെന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും അമ്മയെ കാണാൻ ആഗ്രഹിച്ച് പിന്നെ കണ്ടില്ല. പിന്നെ അവരെന്നോട് പറഞ്ഞ് ഞങ്ങളൊരു നിമിത്തമാണ് ഇവിടെ വന്ന് താമസിക്കാനിടയായതും എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്താണ് വന്ന് താമസിച്ചത്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു നിമിത്തമാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണമെന്ന് പറഞ്ഞ് ആ മകളും കുടുംബവും ഇവിടെ വന്ന് നന്ദി പറയുകയും പിന്നെ ഉടമ്പടി എടുക്കുകയും അവർ ചെയ്ത് ഇതെല്ലാം ചെയ്തു തന്ന പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മഹിഷ. ഞാൻ ഉദയംപേരൂരിൽ നിന്ന് വന്നി. 2019 ജൂലൈ 4 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത്. എൻ്റെ മകൾക്ക് ക്യാൻസറായിരുന്നു. അത് അമ്മ മാതാവ് മാറ്റിത്തന്ന് കണ്ണീരോടുകൂടി ഞാൻ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി എനിക്ക് മാതാവ് അത് മാറ്റിത്തന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് 25 വർഷമായി വഴിയില്ലാഞ്ഞ് വഴി തന്നു എനിക്ക് അമ്മ മാതാവ്. മൂന്നാമത്തെ കാര്യം, എൻ്റെ കാലിന് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അത് തൈലം പുരട്ടി ഉപ്പിട്ട് കാല് കഴുകി അതും മാറ്റിത്തന്നു. പിന്നെ എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ അമ്മ മാതാവ് എന്നെ സഹായിച്ച്. ഈ നന്ദി, കോടാനുകോടി നന്ദി ഈശോയ്ക്കും മാതാവിനും നന്ദി. എൻ്റെ പേര് ജിഷ. ഞാൻ കോട്ടയം ജില്ലയിലെ പാല എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ആദ്യം എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ ചീനിക്കുഴി എന്ന സ്ഥലത്തായിരുന്നു. ഞാൻ 2019 ഡിസംബർ 6 ഒന്നാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്ന് എൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് 6 മാസമായുള്ളൂ.
അപ്പോൾ എന്തെന്ന് അറിയാൻ മേലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഞാൻ ജീവിച്ചത് കഴിഞ്ഞുകൊണ്ട് വന്നിരുന്നത്. എനിക്ക് ഏറ്റവും അത്യാവശ്യം ഒരു ഭവനമായിരുന്നു. എനിക്ക് ഭവനമുണ്ട്, പക്ഷേ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഒക്കെ കാരണം എനിക്ക് അമ്മയും വയസ്സായ അമ്മയും 2 പിള്ളേരും ഞാനും ഉള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ താമസിക്കുക എന്നുള്ളത് അനുയോജ്യമായ കാര്യമല്ല. അത് കാരണം ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ആദ്യം ഉടമ്പടി പ്രാർത്ഥിച്ചത് എനിക്കൊരു ഭവനം വേണം, വീട് സ്ഥലം വാങ്ങിക്കണമെന്ന്. 2020 കോവിഡ് വന്ന് ലോക്ക്ഡൗൺ വന്നു. അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജൂൺ മാസത്തിൽ പാലായിൽ ഞാൻ സ്ഥലം വാങ്ങി. അതേ തുടർന്ന് ഉടനെ വീട് പണിയാൻ തുടങ്ങി. ഞാൻ 2021 വീട് കയറി കൂടി. നല്ല മനോഹരമായ നല്ല ഭംഗിയുള്ളൊരു വീട് അമ്മ എനിക്ക് തന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഇളയ മോൻ പഠിക്കാൻ ഇച്ചിരി മടിയുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവന് പഠിക്കാൻ. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് എൻ്റെ കുഞ്ഞ് പാസ്സാകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ കൊച്ച് നല്ല മാർക്കോടി പാസ്സായി. എൻ്റെ അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് അലർജി രോഗമാണ്, ചൊറിച്ചിലാണ്, ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് മേലെല്ലാം പൊട്ടി അപ്പടിയും വെള്ളം ഒഴുകുക. മരുന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ തൽക്കാലത്തേക്ക് കുറയും, പിന്നെ അതുപോലെ തന്നെ. അമ്മ മാതാവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഉടമ്പടി തൈലം കൊടുത്ത് അമ്മ വൈകുന്നേരം കിടക്കാൻ നേരത്ത് ഉടമ്പടി പത്രം അതിനകത്ത് സാക്ഷ്യം വായിച്ചിട്ട് അമ്മ തൈലം ശരീരത്ത് പുരട്ടും. അങ്ങനെ അത് പുരട്ടി അമ്മയുടെ മേത്ത് അതിൻ്റെ പാട് പോലും ഇല്ല. അങ്ങനെ ഒരു സംഭവം അങ്ങനെ ശരീരത്തിൽ ഉണ്ടായതാണെന്ന് പോലും അറിയില്ല. അടുത്തത് ഞാൻ കഴിഞ്ഞ മാസം ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അന്ന് ഉടമ്പടി പ്രാർത്ഥനയുണ്ട്, കൃപാസന പ്രാർത്ഥന. ആ സമയം ഞാൻ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന കൂടാനുള്ള തിടക്കത്തിലാണ്. അപ്പോൾ കഞ്ഞി വെച്ച് വാർത്തപ്പം എൻ്റെ മേത്തോട്ട് ആ കഞ്ഞിവെള്ളം മുഴുവൻ ചാടിയെന്ന് വെച്ചാൽ എൻ്റെ ശങ്ക കാല് എല്ലാം ചാടി പൊള്ളിയിട്ട് ഒരു നിർവാഹമില്ല, ഭയങ്കര നീറ്റിലും വേദനയും. വസ്ത്രം വരെ ഇടാൻ മേല. അത് കഴിഞ്ഞ് ഞാൻ വേഗം പോയി ബാത്റൂമിൽ പോയി മേത്ത് വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞ് പേസ്റ്റ് തൂത്തു, അറിയാവുന്ന പോലെയൊക്കെ ചെയ്തു. ഒരു രക്ഷയില്ല. വേഗം ഞാൻ പോയി തൈലം എടുത്ത് വാതിലടച്ചിട്ട് ഞാൻ എൻ്റെ ശരീരത്ത് തൂത്തു. ഉടമ്പടി പ്രാർത്ഥന തുടങ്ങുന്ന സമയമായപ്പം എൻ്റെ മേത്തുനിന്ന് നീറ്റിലോ പുകച്ചലോ ആ മേത്ത ചുമന്ന കളർ പോലുമില്ല. ഞാൻ നോക്കിയിട്ട് എൻ്റെ മേത്തൊരു ചുമപ്പ് കളർ പോലില്ല. മേലൊക്കെ ചുവന്നായിരുന്നു ശരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെ വസ്ത്രം ഇടുമെന്നൊക്കെ ഓർത്ത് വിഷമിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുക. പിള്ളേർ വീട്ടിലില്ലായിരുന്നു. അവർ വന്നപ്പോൾ അമ്മയുടെ മേല് പൊള്ളിയതാണ്. അമ്മ ഇപ്പോൾ എങ്ങനെ വസ്ത്രം ഇട്ടതാ? അമ്മ ഞാൻ ഉടമ്പടി പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുക, കൃപാസനം പ്രാർത്ഥന. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയണം. അതുകൂടാതെ അമ്മ എനിക്ക് ഒത്തിരി ചെറുതും വലുതായ അനുഗ്രഹങ്ങൾ തന്നു. എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ജപമാലയെല്ലാമുള്ള കൃപ കിട്ടി. എത്ര ജപമാല വേണേലും എനിക്ക് ഒരു മടുപ്പുമില്ലാതെ ചെന്ന് ചെല്ലാൻ എനിക്ക് അനുഗ്രഹം തന്നു. 25, 30, 40, 33 ഒക്കെ വെച്ച് എനിക്ക് സമയമുള്ള സമയത്തൊക്കെ വെറുതെ ഇരിക്കുമ്പോഴെല്ലാം എനിക്ക് ജപമാലയെല്ലാം അമ്മ എനിക്ക് വലിയൊരു അനുഗ്രഹവും കൃപയും എനിക്ക് തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 ഒരു കോടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് റിജുല. ഞാൻ ഇടുക്കി ജില്ലയിലെ അറക്കുളം എന്ന് പറഞ്ഞ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ 2022 ജനുവരി 3-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അതിനു മുന്നേ 3 പ്രാവശ്യം ഞാൻ OET എക്സാം എഴുതിയായിരുന്നു.